ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കിനെക്സ്. അപ്പോൾ നമുക്ക് ലീനിയർ ഇനീക്വാളിറ്റീസിൽ നമ്മുടെ +1 ലീനിയർ ഇനീക്വാളിറ്റീസിൽ നമ്മൾ ഇനീക്വാളിറ്റീസ് ലീനിയർ ആയിട്ടുള്ള ഇനീക്വാളിറ്റീസ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതായത് എക്സിൻ്റെ ഡിഗ്രി 1 വരുന്ന ഇനീക്വാളിറ്റീസ് നമ്മൾ ചെയ്യുന്ന എല്ലാ ഇനീക്വാളിറ്റീസും. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ സോൾവ് x<2 എന്ന് പറയുന്ന ഒരു ഇനീക്വാളിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഇനീക്വാളിറ്റീസിനാണ് നമ്മൾ ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറയാം. അപ്പോൾ ലീനിയർ അല്ലാത്ത ഹയർ ഓർഡർ ഇനീക്വാളിറ്റീസ്, അപ്പൊ സാധാരണ നമുക്ക് ലീനിയർ ഇനീക്വാളിറ്റീസ് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇക്വേഷൻസിൽ ചെയ്യുന്നത് പോലെ ഒരു 2 റൂൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനീക്വാളിറ്റീസ്, ലീനിയർ ആയിട്ടുള്ള ഇനീക്വാളിറ്റീസ് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്തെടുക്കാം. എന്നാൽ ഹയർ ഓർഡർ ഇനീക്വാളിറ്റീസ് സോൾവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് വേവി കർവ് മെത്തേഡ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലീനിയർ ഇനീക്വാളിറ്റിയിൽ വേവി കർവ് മെത്തേഡ് പഠിച്ചാൽ പിന്നെ ഒന്നും പഠിക്കണ്ട എന്നുള്ള അവസ്ഥയാണ്. അതായത് നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഇനീക്വാളിറ്റീസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേവി കർവ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ഒരൊറ്റ ചോദ്യത്തിലൂടെ വേവി കർവ് മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? പറയുകയാണ്. ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിക്കുന്നത് വഴി വേവി കർവ് മെത്തേഡ് നിങ്ങൾ പൂർണ്ണമായിട്ടും പഠിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ ചോദ്യം ഇതാണ്: സോൾവ് x+1 into x-3 whole square into x-5 into x-4 whole cube into x-2 less than 0 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു ലെസ് ദാൻ ഇനീക്വാളിറ്റി കണ്ടല്ലോ. അപ്പൊ ഇവിടെ ഇതിന്റെ ഡിഗ്രി നിങ്ങൾ നോക്കി. ഇവിടെ എക്സിന്റെ ഡിഗ്രി 1 ആണ്, ഇവിടെ എക്സിൻ്റെത് 2 വരും, ഇവിടെ 1 ആണ്, ഇവിടെ എക്സിൻ്റെത് ക്യൂബ് ആണ്, ഇവിടെ എക്സിൻ്റെത് 1 ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഹയർ ഓർഡർ ഇനീക്വാളിറ്റി ആയിട്ട് ഇത് മാറും. അപ്പൊ ഇങ്ങനെയുള്ള ഇനീക്വാളിറ്റീസ് സോൾവ് ചെയ്യാൻ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ഷോർട്ട് കട്ട് ആണ്. നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? വേവി കർവ് മെത്തേഡ് ഉപയോഗിക്കാം. ഇപ്പൊ വേവി കർവ് മെത്തേഡ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ഈ ഇനീക്വാളിറ്റിയുടെ വലതുവശത്ത് 0 ആയിരിക്കണം. അതാണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരിക്കണം? ഓൾവേസ് നമ്മൾ 0 ആയിട്ട് കീപ്പ് ചെയ്യണം. അത് ഇവിടെ ഓക്കെ ആണ്. ഇനി അല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ അതിനെന്താക്കി മാറ്റണം? 0 ആക്കി എടുത്താൽ മതി. അതിന് എന്ത് ചെയ്താൽ മതി? റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേംസ് എല്ലാം ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ അത് അവിടെ 0 ആവുമല്ലോ. ഇവിടെ എന്തായാലും നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് തന്നെയാണ്? 0 എന്നതാണ് ഉള്ളത്. രണ്ടാമത്തെ കണ്ടീഷൻ, അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഓരോ ടേംസിലും എക്സിന്റെ കോയഫിഷ്യന്റ്, ഇപ്പൊ ഇവിടെ എക്സിന്റെ കോയഫിഷ്യന്റ് 1 ആണ്, ഇവിടെ എക്സിന്റെ കോയഫിഷ്യന്റ് 1 ആണ്, ഇവിടെ 1 ആണ്. അങ്ങനെ എക്സിന്റെ കോയഫിഷ്യന്റ് പോസിറ്റീവ് ആയിരിക്കണം. ഇപ്പൊ 2 ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ പോസിറ്റീവ് ആയിരിക്കണം. എക്സിന്റെ കോയഫിഷ്യന്റ് എന്താക്കി എടുക്കണം? നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കുക. ഇനി അല്ലെങ്കിലോ നമ്മൾ അതിനെ മാറ്റിയെടുക്കണം. മൈനസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങ് മാറ്റിയെടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഈ 2 കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് നേരെ വേവി കർവ് മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ 2 കണ്ടീഷൻ ഇവിടെ ഓക്കെ ആണ്. അടുത്ത ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ 2 കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം ആദ്യം. ഇപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓരോ ടേംസും ഓരോ ഫാക്ടേഴ്സും 0 ആവുന്നത് എവിടെയാന്ന് നോക്കണം. ഇപ്പൊ x+1 0 ആവുന്നത് എവിടെയാണ്? x = -1 x-3 0 ആവുന്നത് എവിടെയാണ്? x = 3 x-5 0 ആവുന്നത് എവിടെയാണ്? x = 5 x-4 0 ആവുന്നത് എവിടെയാണ്? x = 4 x-2 0 ആവുന്നത് എവിടെയാണ്? x = 2 അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയാം. അപ്പൊ ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് -1, ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് 3 ആണ്, ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് 5 ആണ്, ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് 4 ആണ്, ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് x = 2 ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്യണം? ഒരു നമ്പർ ലൈൻ അങ്ങ് വരയ്ക്കണം. ഒരു നമ്പർ ലൈൻ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒക്കെ ഓർഡറിൽ മാർക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് -1 മാർക്ക് ചെയ്ത്, പിന്നെ വരുന്നത് 2 വരും, പിന്നെ വരുന്നത് നമ്പർ ലൈനിൽ 3 വരും, പിന്നെ 4 വരും, പിന്നെ 5 വരും. ഇങ്ങനെ ഓരോ ക്രിട്ടിക്കൽ പോയിന്റ്സും ആ ഓർഡറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഏറ്റവും റൈറ്റ് എൻഡിൽ വലത്തെ വശത്ത് നമ്മൾ എന്ത് കൊടുക്കുക? നമ്മൾ പ്ലസ് സൈൻ കൊടുക്കുക. തുടങ്ങേണ്ടത് ഇതെപ്പോഴും പ്ലസ് തന്നെയാണ്. ഓൾവേസ് ഇതെന്താക്കി കൊടുക്കണം? പ്ലസ് ആക്കി കൊടുക്കണം. ഇനി നോക്കുക, നമ്മൾ 5 അടുത്തവിടെ 5 അല്ലേ വരുന്നത്? 5 ആരുടേതാ? x-5ന്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് അല്ലേ. ഈ x-5ന്റെ പവർ എത്രയാ? x-5ന്റെ പവർ 1 ആണ് വരുന്നത്. അതായത് ഡിഗ്രി 1 ആണ്. ഡിഗ്രി 1 ആണ്, അതായത് ഓഡ് നമ്പർ ആണ്. ഡിഗ്രി ഓഡ് ആണെങ്കിൽ ഇനി ഇവിടെ കൊടുക്കേണ്ട സൈനാണ് നമുക്ക് തീരുമാനിക്കാനുള്ളത്. ഈ സൈന് ഇവിടെ ഈ 5ന്റെ ആള് ഓടാണല്ലോ, ഇതിന്റെ ഡിഗ്രി 1 ആണല്ലോ, ഓടാണെങ്കിൽ ഇവിടെ കൊടുത്ത സൈൻ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈനാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ഇവിടെ മൈനസ് കൊടുക്കണം.
കണ്ടോ? ഇനി അടുത്ത് നോക്ക് 4 ആരുടെ ക്രിട്ടിക്കൽ പോയിന്റ്? x-4ൻ്റെതാ. x-4ന്റെ ഡിഗ്രി എത്രയാ? 3 ആണ്. 3 എന്ത് നമ്പറാണ്? ഓഡ് നമ്പറാണ്. ഓടാണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്ത മൈനസ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? പ്ലസ് എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തത് 3 എന്ന് പറയുന്ന ആരുടെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്? x-3യുടെ ക്രിട്ടിക്കൽ പോയിന്റ്. ഈ x-3യുടെ പവർ എത്രയാ? 2 ആണ്. അത് എന്ത് നമ്പറാണ്? അത് ഈവൻ നമ്പറാണ്. ഈവൻ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്താണോ കൊടുത്തത് സെയിം സൈന് തന്നെ വേണം നമ്മൾ ഇവിടെ കൊടുക്കാൻ. കണ്ടോ? പ്ലസ്. ഇനി നമ്മൾ അടുത്ത് 2 നോക്കുന്നു. സെയിം പ്രൊസീജിയർ. x-2ന്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അതിന്റെ ഡിഗ്രി 1 ആണ്. അത് ഓടാണ്. ഓടായതുകൊണ്ട് തൊട്ട് മുമ്പ് കൊടുത്തതിന്റെ നേരെ മൈനസ്, നേരെ ഓപ്പോസിറ്റ്. ഇനി അടുത്ത് -1 ആണ്. -1 ആരുടെ ക്രിട്ടിക്കൽ പോയിന്റ്? x+1ന്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അപ്പോ അതിന്റെ ഡിഗ്രി വരുന്നത് 1 ആണ് അല്ലെ? അതിന്റെ ഡിഗ്രി വരുന്ന 1 ആണ്. അത് ഓടാണ്. ഓടായതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കും? നമ്മൾ പ്ലസ് എന്ന് കൊടുക്കും. ഇവിടെ ഉള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് നോക്കി ഇനീക്വാളിറ്റി നോക്കുക. ഇത് ഇൻറ്റു ഇത് ഇൻറ്റു ഇത് ലെസ് ദാൻ 0 ആവണം എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് കിട്ടേണ്ടത് ലെസ് ദാൻ 0 ആയിട്ടുള്ള റീജിയൻ, ഏത് എക്സിന് എന്ത് കൊടുക്കുമ്പോഴാണ് ഇത് മൊത്തത്തിൽ എന്താവുന്നത്? ലെസ് ദാൻ 0 ആവുന്നത് എന്നുള്ളതാണ്. അതായത് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആവുന്നത് എവിടെയാണെന്ന് നോക്കിയാൽ മതി. ഏതൊക്കെ റീജിയനിലാണ് നെഗറ്റീവ് വരുന്നത്? നെഗറ്റീവ് വരുന്നത് എവിടെയാ? ഒന്ന് ഇവിടെ വരുന്നുണ്ട്, ഒന്ന് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ -1നും 2ക്കും ബിറ്റ്വീൻ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ? -1നും 2ക്കും ബിറ്റ്വീൻ നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് -1 to 2 ഒരു ഇന്റർവെല്, -1 to 2. പക്ഷെ അത് എന്ത് ഇന്റർവെല്ലാണ്? അത് ഓപ്പൺ ഇന്റർവെല്ല. എന്തുകൊണ്ടാണ് ഓപ്പൺ ഇന്റർവെൽ ആയത്? -1ഉം 2ഉം കൊടുക്കാൻ പാടില്ല. -1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായി പോവും? ഇയാൾ 0 ആയി പോകും. 2 കൊടുത്താൽ എന്തായി പോവും? ഇയാൾ 0 ആയി പോകും. ഇയാൾ 0 ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ 0 ആവും. പക്ഷെ നമുക്കിത് 0 ആവാൻ പറ്റില്ല. ഇത് എന്തായി തീരുന്നാ പറഞ്ഞത്? ലെസ് ദാൻ 0 ആവണം എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും -1നും 2നും ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ഇന്റർവെൽ കൊടുത്തു? ഓപ്പൺ ഇന്റർവെൽ. -1 to 2. -1നും 2ക്കും ബിറ്റ്വീൻ ഉള്ള എല്ലാ റിയൽ നമ്പേഴ്സും. പിന്നെ എവിടെ നെഗറ്റീവ് വരുന്നത്? 4 to 5. 4ഉം കൊടുക്കാൻ പറ്റില്ല, 5ഉം കൊടുക്കാൻ പറ്റില്ല. 4 കൊടുത്താൽ ഇത് മൊത്തത്തിൽ 0 ആയി പോകും. 5 കൊടുത്താലും ഇത് മൊത്തത്തിൽ 0 ആയി പോകും. അപ്പൊ 4 to 5 കണ്ടോ? 4 to 5. അപ്പൊ ഈ രണ്ട് ഇന്റർവെല്ലിലാണ് ഈ ഇനീക്വാളിറ്റി നെഗറ്റീവ് ആവുന്നത്. അതുകൊണ്ട് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് -1 to 2 ആ സെറ്റിലും ഉണ്ട്, അതുപോലെ 4 to 5 ഉണ്ട്. അപ്പൊ ഈ രണ്ട് സെറ്റും ഇതിന്റെ ആൻസർ ആണെന്ന് കാണിക്കാൻ -1 to 2 യൂണിയൻ 4 to 5. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്ത് വേവി കർവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. സോൾവ് x+9 ഡിവൈഡഡ് ബൈ x-6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ഇവിടെയും ഇവിടെയും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ ടെക്നിക്ക് തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പിന്നെ നമ്മളിപ്പോൾ ഇതിപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയം, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായാലും 0 തന്നെയാണ് ഉള്ളത്. അപ്പം വേവി കർവ് മെത്തേഡ് അപ്ലൈ ചെയ്യുക. പിന്നെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഒക്കെ പോസിറ്റീവ് ആണല്ലോ. പക്ഷെ നേരത്തെ നമ്മൾ കൊടുത്ത ആ ടൈപ്പ് അല്ല, ഇവിടെ റാഷണൽ ആയിട്ടാണ് ആളെ കിടക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ചില കുട്ടികൾക്ക് ഇങ്ങനെ സംശയം തോന്നുക, ഈ x-6നെ ഇങ്ങോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തത് മൊത്തത്തിൽ 0 ആവില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? ഈ x-6 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് അറിയില്ല. പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ ആണ്, കുഴപ്പമില്ല, മൾട്ടിപ്ലൈ ചെയ്യാം, ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് വരില്ല. പക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ x-6 നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഇനീക്വാളിറ്റി എന്ത് ചെയ്യും? നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും. അപ്പോൾ ഈ x-6ന്റെ സൈനിനെ പറ്റി നമുക്ക് ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇതിനങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല. അത് ലോക്ക് എതിരാണ്. മനസ്സിലായി? തെറ്റിപ്പോ ശരിയല്ല, അൺഡിഫൈൻഡ് ആ ഫോമിലേക്ക് പോവത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ, ഇത് ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഞാനിത് നോർമൽ തരത്തിൽ ചെയ്യാം. എന്ത് ചെയ്യാം? നമുക്ക് x-6 നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമുക്ക് അറിയില്ല. പക്ഷേ x-6ന്റെ സ്ക്വയർ അതെന്തായാലും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. x-6 0 ആവില്ല, 0 ആവാൻ പാടില്ല. 0 ആയി കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 വരും. അപ്പോൾ 0 എന്തായാലും ആവാൻ പാടില്ല. x-6ന്റെ സ്ക്വയർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇനീക്വാളിറ്റിന്റെ രണ്ട് സൈഡിലും x-6ന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, പോസിറ്റീവ് ആണല്ലോ. അപ്പൊ ഇനി പോസിറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഇല്ല. സോ x-6ന്റെ സ്ക്വയർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ x+9 ഉണ്ട്. ഇവിടെ താഴെ ഒരു x-6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഇൻറ്റു x-6ന്റെ സ്ക്വയർ. കണ്ടോ? അപ്പൊ ഇവിടെ നിന്ന് എന്തായി പോയി? ഈ x-6 ഈ ഒരു x-6 കട്ടായി. x-6 0 ആവില്ല കേട്ടോ. 0 ആയി കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റില്ല. 0 ആവില്ല, കാരണം x6 കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഇനീക്വാളിറ്റി അൺഡിഫൈൻഡ് ആണ്. അപ്പൊ ഇതെന്തായി? ഒന്ന് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് വരും? x-6 ഇൻറ്റു x+9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. കണ്ടോ? ഇവിടെ എന്തായാലും 0 ആയി കഴിഞ്ഞു. അപ്പൊ ഇത് നമ്മൾ ഉദ്ദേശിച്ച ഫോമിലേക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എത്തിക്കണം നിർബന്ധമില്ല. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം. എന്തായാലും ഇപ്പൊ ഈ ചോദ്യം ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. x-6 ഇൻറ്റു x+9 അല്ലേ? x-6 ഇൻറ്റു x+9 ഇങ്ങനെ വന്നു ഈ ചോദ്യം. x+9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. എന്ത് ചെയ്യണം?
ആദ്യം നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് ആരൊക്കെ വരിക എക്സ് ഈക്വൾ ടു 6ഉം എക്സ് ഈക്വൾ ടു ഇവിടെ -9 വരിക അല്ലേ, അപ്പോഴല്ലേ 0 വരിക -9. നമ്പർ ലൈൻ വരയ്ക്കുക, നമ്മൾ നേരെ മാർക്ക് ചെയ്യുക, -9 ആദ്യം കൊടുക്കാം, 6 ആദ്യം കൊടുക്കാം, ഈ എൻഡിൽ പ്ലസ് കൊടുക്കാം അല്ലേ. പിന്നെ ഇതിന്റെ രണ്ടിന്റെയും ഡിഗ്രി 1 ആണ്, ഓടാണ് വരുന്നത്. അപ്പോൾ ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, അങ്ങനെ തന്നെയല്ലേ വരും, ഓൾട്ടർനേറ്റ് ആയിട്ട് വരും, രണ്ടും ഓടാണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ആണ്, നെഗറ്റീവ് ആണ്. പിന്നെ എന്തും ആവാം, 0യും ആവാം, 0 ആവാം. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇത് നെഗറ്റീവ് ആവുന്നത് എവിടെയാ, -9ഉം 6നും ബിറ്റ്വീൻ ആണ് നെഗറ്റീവ് ആവുന്നത്. -9 കൊടുത്താൽ ഇത് 0 ആവും, 6 കൊടുത്താലും ഇത് 0 ആവും. പക്ഷെ 6 നമുക്ക് കൊടുക്കാൻ പറ്റില്ല, 6 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡിഫൈൻ ചെയ്യൂല. അപ്പൊ നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻ x + 9 / x - 6 ആ. മാത്രമല്ല ഇത് ഇങ്ങനെ ആയതിന്റെ കാരണം തന്നെ എന്താണ്, ഇവിടെ നമ്മൾ x - 6 x - വെട്ടിക്കളഞ്ഞോണ്ടാ. ഇങ്ങനെ ഇത് 0 ആണെങ്കിൽ വെട്ടാൻ പറ്റുമോ, പറ്റൂല. അപ്പൊ x - 6 എന്തായാലും എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. അതുകൊണ്ട് ആദ്യത്തെ തന്നെ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഉണ്ട്, x എന്താവരുത്, 6 ആവരുത്. അപ്പൊ ഇവിടെ നമുക്ക് 6 ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ സാധ്യമല്ല. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാനേ പറ്റുള്ളൂ, -9 to 6 മൊത്തം കൊടുക്കാം. -9 നമുക്ക് ഉൾപ്പെടുത്താൻ കുഴപ്പമില്ല, 6 നമുക്ക് ഉൾപ്പെടുത്താൻ സാധ്യമല്ല. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓപ്പൺ ഇന്റർവെൽ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല. അപ്പൊ നമ്മൾ ഇനിയിപ്പോ x - 6ന്റെ സ്ക്വയറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ സ്റ്റെപ്പ് നമുക്ക് ചെയ്യണം നിർബന്ധമല്ല. നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇവിടെ തന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഇവിടുന്ന് താണ്ടെ നമ്മൾ നോക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ആണ്, റാഷണൽ ഫോം ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഒക്കെ പോസിറ്റീവ് തന്നെയാണ് കിടക്കുന്നത്, ഇവിടെയും പോസിറ്റീവ് ആണ്, ഇവിടെയും പോസിറ്റീവ് ആണ്, അത് ഓക്കെയാണ്. ക്രിട്ടിക്കൽ പോയിന്റ് ഇവിടെ തന്നെ കണ്ടുപിടിക്കുക. ഇവിടുന്ന് ഏത് വരും, -9 വരും, ഇവിടുന്ന് ഏത് വരും, 6 വരും, മാർക്ക് ചെയ്യുക. അതുപോലെ അങ്ങ് ചെയ്താൽ മതി. x - 6ന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് എഴുതണം എന്നൊരു നിർബന്ധവും ഇല്ല. ഈ ഒരു ഫോമിലാണെങ്കിൽ തന്നെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാം. ഓക്കെ.